കോഴിക്കോട് താമരശ്ശേര കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവുശാലയ്ക്കെതിരായ പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 3 FIR കൂടി പോലീസ് ഇട്ടിട്ടുണ്ട്. 30ഓളം പേർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. തൊഴിലാളികളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ കണ്ടെയ്നർ ലോറിയെ തീവച്ച് നശിപ്പിച്ചു. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീവനക്കാർ ഉള്ളിലുള്ളപ്പോഴാണ് പ്രതിഷേധക്കാർ ഇവിടെ തീയിട്ടത്. അതുകൊണ്ട് തന്നെ വധശ്രമം നടന്നുവെന്നാണ് ഒരു FIR പറയുന്നത്. നിഖിൽ പ്രമേഷ് കട്ടിപ്പാറയിൽ നിന്ന് തത്സമയം ചേരുന്നു. വീണ്ടും നിഖിൽ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ നിഖിൽ, ശരിക്കും ഈ ജീവനക്കാരെ കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് FIRന്റെ സാന്നിധ്യം? ഗുഡ് മോർണിംഗ് അഗൈൻ. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 FIR കൂടി ഇട്ടിരിക്കുകയാണ് പോലീസ്. അതിൽ ഈ പ്രതിഷേധക്കാരുടെ പരാതിയിന്മേൽ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനി ഉടമകൾ, ഈ ഫാക്ടറി ഉടമകൾ നൽകിയിട്ടുള്ള പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്വമേധയാ എടുത്ത കേസുകളുമുണ്ട്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: 3 FIR കൂടി പോലീസ് ഇപ്പോൾ ചേർത്തിരിക്കുന്നു. വധശ്രമത്തിന് 30ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഇത് പോലീസ് നൽകിയിട്ടുള്ള പരാതിയിലാണ്. തൊഴിലാളികളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കണ്ടെയ്നർ ലോറി തീ വെച്ച് നശിപ്പിച്ചു എന്ന് FIR പറയുന്നുണ്ട്. ആ കണ്ടെയ്നർ ലോറി നമുക്ക് പുറത്ത് കാണാൻ കഴിയും. നമ്മളിപ്പോൾ കമ്പനിയുടെ ഉള്ളിലാണ് ഉള്ളത്. അതായത് നേരത്തെ നമ്മൾ നിന്നതിനും അല്പം കൂടി ഉള്ളിൽ അവരുടെ പ്രധാനപ്പെട്ട പ്ലാന്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്താണുള്ളത്. ഈ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി കണ്ടെയ്നർ ലോറി തീ വെച്ച് നശിപ്പിച്ചു എന്ന് FIR പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി സ്റ്റേഷനിലെ ASIയെ മർദ്ദിച്ചതിൽ 30ഓളം പേർക്കെതിരെ കേസെടുത്തു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് 300ഓളം പേർക്കെതിരെയും കേസെടുത്തു. അന്യായമായി സംഘം ചേർന്ന് മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി പ്ലാന്റിലേക്ക് അതിക്രമിച്ചു കയറിയെന്നും FIR പറയുന്നുണ്ട്. അതായത് ഈ സ്ഫോടക വസ്തുക്കളടക്കം ഈ പ്ലാന്റിലേക്ക് കയറിയ സമയത്ത് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും ഇവർ നൽകിയിട്ടുള്ള, അതായത് ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൂറൽ SP പരിക്കേറ്റതിലും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കണ്ടാൽ അറിയാവുന്ന 200ഓളം പേർക്കെതിരെയാണ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നത് ഈ ഫാക്ടറിക്കുള്ളിലെ ദൃശ്യങ്ങളാണ്. ഒരു കണ്ടെയ്നർ ലോറി പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഇവർ ഈ വിവിധ മേഖലകളിൽ നിന്ന് മാലിന്യങ്ങളും മറ്റുമൊക്കെ ഇവിടേക്ക് എത്തിക്കുന്ന ഒരു ലോറിയാണ്. ഈ ലോറി പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ വലിയ ആശങ്ക എന്ന് പറയുന്നത് അവർക്കിടയിലെ ചില ആളുകളെ കാണാനില്ലായിരുന്നു എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു. അതായത് അവരെവിടെയാണ് എന്നറിയാതെ പലരെയും മിസ്സാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പലരും ഒളിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ പ്രതിഷേധക്കാരെ ഭയന്ന് പലയിടങ്ങളിലേക്ക് മാറിപ്പോയതാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതായത് ഇപ്പോൾ കേസെടുത്തിട്ടുള്ള ഏതാണ്ട് 350ഓളം പേർ, ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിലൂടെ തന്നെ ഊർജിതമാക്കുകയാണ്. ഇന്നലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പലരും ചികിത്സ തേടിയിരുന്നെങ്കിലും പോലീസ് പിടികൂടും എന്നുള്ളൊരു സൂചന ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം ആളുകളും ഇവിടെ നിന്ന് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. പരമാവധി ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. യതീഷ് ചന്ദ്ര താമരശ്ശേരിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇത് കാണുന്നത്. കഴിഞ്ഞ 5 വർഷമായി സമരം നടത്തിയിട്ട് അന്ന് വരെ ഇല്ലാത്ത പ്രതിഷേധത്തിന്റെ രീതി, അതിന്റെ രാഷ്ട്രീയം, അതെങ്ങനെ പെട്ടെന്ന് കൈവന്നു എന്നുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം വളരെ സജീവമായി പുരോഗമിക്കുകയാണ് ഈ സമരത്തിന്റെ വലിയ പ്രതിഷേധം കണ്ട 2ാം ദിനത്തിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.